ദിവ്യ, എവിടെ പോയിട്ട് വരുന്നയാ? ഒന്ന് കടയിലേക്ക് പോയതാ. കാവ്യ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. നീ എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി ശരിയാക്കിത്താ. സർ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫ്രണ്ട് ഒരുപാട് കഷ്ടപ്പെടുകയെന്ന്. ആ ജോലി ചോദിച്ചത് ഈ പെൺകുട്ടിക്ക് വേണ്ടിയാ. അതാ സർ. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? BA ചെയ്തിട്ടുണ്ട് സർ. കമ്പ്യൂട്ടർ ബില്ലിംഗ് ഒക്കെ അറിയോ? പറഞ്ഞെന്നാ ചെയ്യാം സർ. ഓക്കെ, എനിക്കും കൗണ്ടറൊക്കെ നോക്കാൻ ഒരാളാവശ്യമുണ്ട്. 12,000 രൂപ ശമ്പളം. ഓക്കെ ആണെങ്കിൽ നാളെ രാവിലെ മുതൽ ജോലിക്ക് വന്നോ. ഓക്കെ സർ. ഓക്കെ സർ, താങ്ക് യു സർ. ഇതാ സർ. മമ്മി, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഇപ്പൊ വരാം. ഓക്കേ. അത്രയല്ലേ ഉള്ളൂ സർ? അത്രേ ഉള്ളൂ. സർ, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ? ആ ശരി, പോയിക്കോ. താങ്ക് യു സർ. ദിയ, ദിയ, ലവ് മാരേജ് ആണോ? സന്തോഷമായിട്ട് ജീവിക്ക്. അനിയ, നന്നായി വായിച്ചിട്ട് ഒപ്പിട്ടാ മതി. നിങ്ങളെ എനിക്ക് വിശ്വാസമാണ് സാർ. ഇയാളുടെ ഭാര്യ അടുത്തുനിന്ന് ഒരു ഒപ്പ് വാങ്ങിച്ചോ? ഇതാ മാഡം. എല്ലാ മാസവും 5-ാം തീയതിന്റെ മുന്നേ പലിശ വന്നാൽ നിങ്ങൾക്ക് എപ്പോഴും ചേട്ടനെ ചിരിച്ചോണ്ട് തന്നെ കാണാം. നിങ്ങളെ കാണാൻ മഹാലക്ഷ്മിയെ പോലെ ഉണ്ട്. നിങ്ങളെ കൈ കൊണ്ട് തന്നെ അങ്ങ് വാങ്ങിച്ചോളൂ. താങ്ക് യു സർ. നിങ്ങളുടെ മോളാണോ? അതെ സർ. കാണാൻ നല്ല സുന്ദരിയാട്ടോ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നിങ്ങളത് നോക്കി ചെയ്യണ്ടേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം പെരുമാളെ. ആ, നന്നായിരിക്കട്ടെ. ശരി, പോയിട്ട് വരട്ടെ. സർ, സർ, എന്റെ എന്തൊക്കെയാ മോൾ മാഡം? എവിടെ? എന്റെ മോൾ എവിടെ സർ? നിന്റെ മോക്ക് ഒരു കുഴപ്പമില്ല. സർ, ദിയ എവിടെയാ സർ? എന്റെ പൈസ തന്നിട്ട് നിന്റെ മോളെയും കൂട്ടി പോ. സർ, ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഇല്ല. കുറച്ചുകൂടെ സമയം തരണം. ഞാൻ ഉറപ്പായും തരാം സർ. എത്ര ദിവസം കൊണ്ട്? 6 മാസമായി. പലിശ പോലും കിട്ടിയിട്ടില്ല. എന്നെ കണ്ട പാങ്ങൾക്കൊക്കെ അന്നദാനം കൊടുക്കാൻ നിൽക്കുന്നവനാണെന്ന് വിചാരിച്ചോ നീ? പൈസ തന്നിട്ട് നിന്റെ കുട്ടിയെ വിളിച്ചോണ്ട് പോ. ഞാൻ സാറിന്റെ കാല് പിടിക്കാം പ്ലീസ് സർ. എന്റെ മോളെ ഇനി താ പ്ലീസ്. 2 ദിവസം കൊണ്ട് എന്റെ പൈസ കിട്ടണം. ഇല്ലെങ്കിൽ നിന്റെ മോളെ അങ്ങ് മറന്നേക്കും. തായ്ലാൻഡില് നല്ല വില കിട്ടും അവൾക്ക്. നിന്റെ മോൾക്ക് ഞാൻ പോലീസിൽ പരാതി കൊടുക്കും. പോലീസോ? ഓ ഓടി. നീ പറഞ്ഞ പോലീസ് ഇവിടെ വന്ന് എന്റെ കാശും വാങ്ങി വാലാട്ടി നിൽക്കുക കണ്ടല്ലേ നീ? നീ തിരിച്ചു വരുന്നവരെ നിന്റെ മോള് നന്നായിട്ടിരിക്കുന്നു എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കാതിരുന്നാ നല്ലത്. ദിവ്യ, എന്തിനാടി കരയുന്നേ? എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങേര് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ടിട്ട് പോയി. ഞാനും എന്റെ ജീവിതം അവസാനിപ്പിച്ചാലോ? ഇടയ്ക്ക് മരിച്ചല്ല ശരിയാവൂന്നാ? ഞാൻ ജീവിക്കുന്നത് ദിയയ്ക്ക് വേണ്ടിയാ. അവളെ അവന്മാര് കൊണ്ടുപോയി. അവൾക്കൊന്നും സംഭവിക്കില്ല, അവള് തിരിച്ചു വരും. എങ്ങനെ? എന്നെ കൊണ്ട് എങ്ങനെ അത്രയും പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റും? അതൊക്കെ ശരിയാക്കാം. എങ്ങനെ? ദിവ്യ, ഞാൻ എവിടെയാ ജോലി ചെയ്യുന്നതെന്ന് നിനക്ക് അറിയോ? നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഞാൻ കോൾ സെന്ററിലല്ല ജോലി ചെയ്യുന്നത്. ആക്ച്വലാ ഞാനൊരു കോൾ ഗേളാ. എന്റെ കുടുംബത്തിന് വേണ്ടി
അവരെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയൊന്നും കിട്ടിയില്ല. ഇവിടെ ഒരു സാധനം കൊടുത്താലേ ഒന്ന് കിട്ടുള്ളൂ. എല്ലാം ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അതാണ് സത്യം. ഇവിടെ നീ ഒന്നും നഷ്ടപ്പെടുത്താൻ തയ്യാറല്ലെങ്കിൽ നിനക്കൊന്നും കിട്ടത്തുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്നത് ന്യായമാണ്. എൻ്റെ ഫാമിലിയിൽ എല്ലാവരും സന്തോഷമായിട്ടായിരിക്കുന്നേ. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ തെറ്റില്ല എന്നാ ഞാൻ പറയുന്നേ. ഞാൻ പോവാ. ഇതാ ഇതിട്ടോ. നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് വെച്ചിട്ടാണ് നമുക്ക് എത്ര റേറ്റ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഫാമിലി ഗേൾ എന്ന് വെച്ചാൽ ഒരു റേറ്റ്, കോളേജ് ഗേൾ എന്ന് വെച്ചാൽ അധികമാണ്, മോഡൽസ് എന്ന് വെച്ചാൽ പിന്നെ പറയേ വേണ്ട, വേറെ ലെവലാണ്. പുതിയതിന് വേണ്ടി ഇവിടെ ക്യൂ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കുമാറിന് നിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവൻ നിന്നെ വിളിക്കും. പേടിക്കണ്ട, ഒന്നും പറ്റില്ല. എന്തുണ്ടെങ്കിലും എന്നെ കോൾ ചെയ്യണം. പെട്ടെന്ന് റെഡിയാവോ? പറയൂ കുമാറേ. ഏതോ പുതിയ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? എന്താ സ്ഥിതി ഇപ്പോ? റെഡിയാണോ? ആ റെഡിയാ. പിന്നെ കുമാറേ, വേറെ വഴിയില്ലാത്തോണ്ട് വരുന്ന ചില്ലറൊന്നും കൊടുത്ത് വിടരുത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ, നീ പേടിക്കണ്ട. ഹലോ, ദിവ്യാണോ? കാവ്യാണ് നിങ്ങളുടെ നമ്പർ തന്നത്. നിന്റെ വീടിന്റെ അടുത്തുള്ള ജംഗ്ഷനില് റെഡ് കളർ കാറിൽ പാർട്ടി വന്ന് നിന്നെ പിക്കപ്പ് ചെയ്തോളും. എന്തേലും പ്രശ്നമുണ്ടേ ഉടനെ തന്നെ എന്നെ വിളിച്ചറിയിച്ചാൽ മതി. ഞാൻ ഈ ഫോണ് എന്റെ ചെവിയുടെ അടുത്ത് തന്നെയാ വെക്കാറ്, മനസ്സിലായല്ലോ? ശരി, വെക്കട്ടെ. ഓ, ഇതാദ്യം ഊരി വെക്കണല്ലോ. ശേ, ഈ പാത എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പോയേ പറ്റൂ, എന്റെ ദേഹിക്ക് വേണ്ടി. ദിയ, നാളെ ഈ ലോകം എന്നെക്കുറിച്ച് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. നീ എന്നെ വിശ്വസിക്കണം, അത് മാത്രം മതി എനിക്ക്.
റെസ്റ്റ് റൂം എവിടെയാ? ആ സൈഡിൽ. നീയായിട്ട് പോകുന്നുണ്ടോ ഇല്ല നിന്റെ കഴുത്ത പിടിച്ച് വെളിത്തള്ളണം? 2 ദിവസം കൊണ്ട് എന്റെ പൈസ കിട്ടണം, ഇല്ലെങ്കിൽ നിന്റെ മോളെ അങ്ങ് മറന്നേക്കും. എല്ലാം നീ മറന്നിട്ട് ദിയയ്ക്ക് വേണ്ടി ജീവിച്ചേ മതിയാവും.